ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ഒരു ആത്മീയൻ എപ്പോഴും ആത്മീയനാണ്. പൊത്തിഫറിൻ്റെ വീട്ടിലായാലും യോസഫ് തൻ്റെ വിശുദ്ധി കാക്കും, കാരണം അവൻ ജഡികനല്ല. ആരും കാണുന്നില്ലല്ലോ. ചിലർക്ക് ഇങ്ങനെയാണ്, അയ്യോ ഞാൻ ആ പാപം ചെയ്തു, ഞാൻ ആ മോശമായ കാര്യം ചെയ്തു, എല്ലാവരും കണ്ടു. ആരും കണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിപ്പോൾ എല്ലാവരും കണ്ടില്ലേ. അങ്ങനെ ലജ്ജിക്കുന്നവരുണ്ട്. അവർ ദൈവത്തെ ഭയപ്പെടുന്നവരല്ല. ദൈവം അത് കണ്ടു, അതൊന്നല്ല അവരുടെ ചിന്ത. മറ്റുള്ളവർ കണ്ടല്ലോ എന്നോർത്ത് ഒരു ജാള്യത. അവർ ദൈവത്തെയല്ല ഭയപ്പെടുന്നത്, മനുഷ്യരെയാണ് ഭയപ്പെടുന്നത്. എന്നൊരു ആത്മീയനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ പ്രസാദമല്ല, എപ്പോഴും അവനെ ദൈവം പിന്തുടരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടി ഇവൻ്റെ നേർക്ക് 24 മണിക്കൂറുള്ളത് കൊണ്ട് അവൻ്റെ രഹസ്യവും പരസ്യവുമായ ജീവിതം വിശുദ്ധമാണ്. അവൻ ആത്മീയനാണ്. അവൻ്റെ ചിന്ത ആത്മീകമാണ്. അവൻ്റെ പ്രവർത്തനങ്ങൾ ആത്മീകമാണ്. 2 കൊരിന്ത്യർ 10:3 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. 2 കൊരിന്ത്യർ 10:3 ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. 2 ജഡങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ. ആദ്യം പറയുന്നത് നമ്മുടെ ശരീരത്തെയാണ്. കാല് വേണം നമുക്ക് നടക്കാനായിട്ട്. അത് പാപമല്ല, കാലുണ്ടെങ്കിലേ നടക്കാൻ സാധിക്കൂ. നമുക്കൊരു ശരീരമുണ്ട്, പക്ഷേ ജഡപ്രകാരം പോരാടുന്നില്ല. എന്ന് വെച്ചാൽ ഈ ശരീരത്തിന് പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ട്. വൈരാഗ്യം, വിദ്വേഷം, പ്രതികാരം, പകരത്തിന് പകരം, അതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. പൗലോസ് പറയുകയാണ്, മറ്റെല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ശരീരം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അവർക്ക് കണ്ണ് ഏത് ഭാഗത്താണുള്ളത് അതേ സ്ഥാനത്തിന് ഞങ്ങൾക്ക് കണ്ണുള്ളത്. അവർക്ക് ഏത് ഭാഗത്താണോ കാല് ഘടിപ്പിച്ചിരിക്കുന്നത് അതേ സ്ഥാനത്തിന് ഞങ്ങൾക്കും കാലുള്ളത്. പക്ഷേ അവർ പോരാടുന്നത് പോലെ ഞങ്ങൾ പോരാടുന്നില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ആത്മീയൻ. മറ്റുള്ളവർക്കുള്ള അതേ ശരീരഘടന തന്നെയാണ് നമുക്ക് ഉള്ളത്. പക്ഷേ മറ്റുള്ളവർ കോപിക്കുന്ന ആ രംഗങ്ങളിൽ നമ്മൾ കോപിക്കുന്നില്ല. മറ്റുള്ളവർക്ക് നുണ പറയാവുന്ന അവസരം ലഭിക്കുമ്പോൾ അവർ വളരെ ശങ്ക കൂടാതെ നുണ പറയുന്നു. പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല. നമുക്കും അവർക്കും ഒരേ ശരീരം, പക്ഷേ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരവും തികച്ചും വ്യത്യസ്തം. ഓർക്കുക, ജഡം എപ്പോഴും ആത്മീയന് എതിരാണ്. ആത്മാവിൻ്റെ ചിന്തയും ജഡത്തിൻ്റെ ചിന്തയും ഒരിക്കലും ചേരുകയില്ല. ജഡികൻ എപ്പോഴും ദൈവത്തിൻ്റെ ശത്രുവാണ്, ആത്മീയൻ എപ്പോഴും ദൈവത്തിൻ്റെ മിത്രമാണ്. പലരും ഈ ജഡത്തെ വളരെ നിസ്സാരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ്. ഫിലിപ്പൈൻസിൽ സ്ലീപ്പിംഗ് വോൾക്കാനോ ഉണ്ട്, ഉറങ്ങുന്ന അഗ്നിപർവ്വതം. അത് പൊട്ടിയിട്ട് ഏകദേശം 600 വർഷത്തോളമായി. അങ്ങനെ ഒരു അഗ്നിപർവ്വതം ഫിലിപ്പീൻസിലുണ്ട്. എന്നാൽ സാധാരണ പർവ്വതങ്ങളെ സമീപിക്കുന്നത് പോലെ ആ ഉറങ്ങുന്ന അഗ്നിപർവ്വതത്തെ സമീപിക്കാൻ പാടില്ല. കാരണം അത് ഏത് സമയത്തും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ പൊട്ടുന്നില്ല എന്ന് കരുതി ഒരിക്കലും പൊട്ടുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആരും വിചാരിക്കാത്ത സന്ദർഭത്തിൽ അത് പൊട്ടാം. ഇതുപോലെ ചിലർ കരുതുന്നത് ജഡമൊന്നും എന്നെ കീഴടക്കില്ല. അങ്ങനെ അവർ വളരെ നിസ്സാരമട്ടിൽ ജഡത്തെ കൈകാര്യം ചെയ്താൽ ഒരിക്കൽ അഗ്നിപർവ്വതം പൊട്ടും. പ്രിയമുള്ളവരെ, അഗ്നിപർവ്വതം പൊട്ടിയാൽ എത്രമാത്രം ദോഷങ്ങളാണ് സംഭവിക്കുക. എന്നാൽ അത് ഒഴിഞ്ഞു മാറിയാൽ കുഴപ്പമില്ല. പൊട്ടാൻ സാധ്യതയുള്ള ഒരു അഗ്നിപർവ്വതം പോലെ എപ്പോഴും നമ്മൾ ജഡത്തെ കൈകാര്യം ചെയ്യണം. അതിനെ നിസ്സാരമട്ടിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. പിശാച് എപ്പോഴും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജഡത്തിൽ ഒരിടം കണ്ടെത്തി പിശാചിന് വർക്കപ്പോൺ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ജഡം എന്നുള്ളത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഒരു ആത്മീയൻ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് മുന്നോട്ട് പോവുക. ഒരു സ്റ്റെപ്പ് ദൈവത്തിൻ്റെ ആത്മാവിന് വിരോധമായിട്ട് അവൻ വയ്ക്കുമ്പോൾ അവന് ഉടനെ അറിയാൻ സാധിക്കും ഇത് ദൈവത്തിൻ്റെ ആത്മാവിന് വിരോധമാണ്. എന്നാൽ ഒരു ജഡികനെ സംബന്ധിച്ച് അവൻ നിരന്തരമായി പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ അവന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവൻ തികച്ചും ജഡിക പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തതും പറഞ്ഞതും ആത്മീയമായിരുന്നു എന്ന് അവന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഈ വ്യാജ പ്രവചനങ്ങളൊക്കെ അക്കാരണത്താലാണ് സംഭവിക്കുന്നത്. അവർ കരുതുന്നത് ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ. അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ നിത്യേന ചെയ്യുന്നൊരു പ്രക്രിയയാണ്, വല്ലപ്പോഴും ഒന്ന് അനുസരിക്കുക എന്നുള്ളതല്ല. അതുപോലെ ജഡസ്വഭാവം, ആത്മസ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഒരു നേച്ചറാണ്, സ്ഥിരമായി ചെയ്യുന്ന ഒരു പതിവാണത്. ജഡസ്വഭാവം, സിൻഫുൾ നേച്ചർ. അങ്ങനെയാണെങ്കിൽ നാം നിരന്തരമായി ആത്മീയരായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ഒരിക്കലും ജഡത്തിന് നമ്മളെ കബളിപ്പിക്കാൻ സാധ്യമല്ല. നമ്മളെപ്പോഴും ജഡത്തെ തോൽപ്പിക്കും. അതിനാണല്ലോ നമുക്ക് ഈ ആത്മാവിനെ തന്നിരിക്കുന്നത്. ആത്മീയന് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഇത് ജഡമാണ്, ഇതിനെ ഞാൻ ഒഴിവാക്കണമെന്ന് അവനെ സാധിക്കും. മാർട്ടിൻ ലൂതർ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈ ജഡം എന്ന് പറയുന്നത് ഷേവ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ ഒരു ദിവസം മുഖം ഷേവ് ചെയ്തു, താടിമീശകളൊക്കെ കളഞ്ഞു, 2 ദിവസം കഴിഞ്ഞാലോ വീണ്ടും കുറ്റിരോമങ്ങൾ വരും. അത് വീണ്ടും ക്ലീനാക്കണം. 90 വർഷം കഴിഞ്ഞാലും വീണ്ടും ഇത് വളർന്നുകൊണ്ടിരിക്കും. വളരുന്നതിനനുസരിച്ച് അത് ക്ലീനാക്കണം. അപ്പം നിരന്തരമായി അതിനോടുള്ളൊരു ഫൈറ്റിംഗ് ആവശ്യമുണ്ട്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 5 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. സകല മനുഷ്യരെയും അപ്പസ്തോലനായ പൗലോസ് 2 വിഭാഗമായി വേർതിരിച്ചിരിക്കുകയാണ്. ഒന്ന് ജഡികൻ, ഒന്ന് ആത്മീയൻ. ജഡികനെ സംബന്ധിച്ച് ആത്മീയമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. കാരണം പരിശുദ്ധാത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കൂ. മാത്രമല്ല ജഡികനെ സംബന്ധിച്ച് പാപം ഏതാണെന്നുള്ള അവബോധവുമില്ല. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിക്ക് ഇതാണ് പാപം എന്നതിനെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നത്. അതുകൊണ്ട് ജഡികൻ പാപം ചെയ്താലും അവന് പ്രശ്നമില്ല. കാരണം പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾക്ക് പാപം ചെയ്യുമ്പോഴും അവർ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ 16:8 അവൻ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. 1 കൊരിന്ത്യർ 2:14 എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. 1 കൊരിന്ത്യർ 2:14 എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതുമല്ല. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. ജഡികനായ എല്ലാ മനുഷ്യരും ദൈവത്തോട് ശത്രുതയിൽ കഴിയുന്നു. ദൈവത്തോട് ശത്രുതയിൽ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ മിത്രമാകും. തിരുവചനം പറയുന്നു, ലോകത്തിൻ്റെ മിത്രം ആകുവാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണ്. യാക്കോബ് 4:4 വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഒരിക്കലൊരു സുവിശേഷ യോഗം നടക്കുകയാണ്. ധാരാളം പേർ വന്ന് അതിൽ പങ്കെടുത്ത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ആ സ്ഥലത്ത് പ്രസിദ്ധിയായ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തകയുണ്ട്. അവരോട് പറഞ്ഞു, ഈ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കണം. ആ സ്ത്രീ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമില്ല. വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന സ്ത്രീ സുവിശേഷ യോഗത്തിന് വരണമെന്ന് പറഞ്ഞപ്പോൾ ആക്രോശിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചില മനുഷ്യർ സുവിശേഷം എന്ന് കേട്ടാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും.
മറ്റുള്ള കാര്യങ്ങളിൽ അവർ വളരെ നീറ്റാണ്. കാരണം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. മാത്രമല്ല, പലർക്കും ജഡികരായവർക്ക്, വീണ്ടും ജനനം പ്രാപിക്കാത്തവർക്ക് സുവിശേഷം ഭോഷത്വമാണ്. യേശുവിൽ വിശ്വസിക്കൂ, യേശു നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഇതെന്താണ് പറയുന്നത്? 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഒരു ജഡികനെ സംബന്ധിച്ച്, ഇവിടെ ജഡികൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനം പ്രാപിക്കാത്ത പ്രാകൃതനായൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, സൗന്ദര്യം ഉണ്ടാകാം, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ വീണ്ടും ജനനം പ്രാപിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ശത്രുവാണ്. അങ്ങനെ ജഡികനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തെ അവൻ വെറുക്കുന്നു. മാത്രമല്ല, ദൈവം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അതിനെയും അവൻ വെറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. എന്നാൽ അതേസമയം രക്ഷിക്കപ്പെടാത്ത എല്ലാവരും നിരീശ്വരന്മാരല്ല. ദൈവവിശ്വാസമുള്ള ജഡികരുണ്ട് ധാരാളം ലോകത്തിൽ. സത്യദൈവത്തെ എല്ലാവരും വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷയെയും ഉൾക്കൊള്ളുവാനാണ് ജഡികർക്ക് പ്രയാസം. മറ്റ് ബാഹ്യമായ മതത്തിൻ്റെ ആചാരങ്ങളുമായി നടക്കുന്ന ധാരാളം പേരുണ്ട്. കർത്താവ് യേശുവിൻ്റെ കാലത്തും മതഭക്തരുണ്ടായിരുന്നു. സത്യദൈവ ഭക്തരല്ല, മതാചാരങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നവർ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. എങ്ങനെയുള്ള ലോകത്തിലേക്കാണ് വന്നത്? തികച്ചും ജഡികരായ മനുഷ്യർ പാർക്കുന്ന ഈ ലോകത്തിലേക്ക്, കപടഭക്തിക്കാർ ഉള്ള ലോകത്തിലേക്ക് വന്നു. എന്നാൽ ക്രിസ്തു അവരെ സ്നേഹിച്ചു. അവരിലെ രോഗികളെ സൗഖ്യമാക്കി, മുടന്തർക്ക് രോഗസൗഖ്യം നൽകി, കുരുടർക്ക് കാഴ്ച നൽകി, അതുപോലെ തന്നെ അവരിലെ ഭൂതബാധിതർക്ക് സൗഖ്യം നൽകി, വിടുതൽ നൽകി. വലിയ രോഗസൗഖ്യ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു നടത്തിയിട്ട് ആ ജഡികരിൽ നിന്ന് ഒരിക്കലും ഒരു സ്തോത്ര കാഴ്ച പിരിവ് നടത്തിയില്ല. അവർക്ക് ജീവൻ്റെ അപ്പവും വിശപ്പിൻ്റെ അപ്പവും സൗജന്യമായി നൽകിയിട്ട് ഒരിക്കൽ പോലും യേശു ക്രിസ്തു പറഞ്ഞില്ല, നിങ്ങൾ എനിക്ക് ദശാംശം തരണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ അവരെ സ്നേഹിച്ചു, അവർക്ക് നന്മ മാത്രം ചെയ്തു. പക്ഷേ ഈ ജഡികരായ മനുഷ്യർ യേശുവിനോട് എന്താണ് ചെയ്തത്? യേശുവിനെ തുപ്പി, യേശുവിനെ പരിഹസിച്ചു, യേശുവിനെ ഇടിച്ചു, യേശുവിനെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി, ഒടുവിൽ ക്രൂശിൽ തറച്ചു. എന്താണ് കാരണം? നാം റോമാലേഖനത്തിൽ വായിച്ചു കഴിഞ്ഞു 8-ാം അധ്യായത്തിൽ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ഇവർ ജഡികരാണ്, പുറമെ ഭക്തരാണ്, ഉള്ളുകൊണ്ട് ദൈവത്തിൻ്റെ ശത്രുവാണ്. അതേ ലോകത്തിലാണ് നാം ഇന്നും ജീവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. എന്നാൽ പൗലോസിനെയും ജഡികർ എതിർത്തു, പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെയും എതിർത്തു. ഇന്നും ഈ ജഡികർ തിങ്ങി നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡികർ യേശു ക്രിസ്തുവിനോട് ശത്രുതയിലാണ്. അതുകൊണ്ടാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പലയിടത്തും എതിർപ്പ്. സുവിശേഷ യോഗങ്ങളിൽ സുവിശേഷ വിരോധികൾ വരുന്നു. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. കാരണം ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ലോകക്കാർക്ക് മറ്റൊരു വിഷയത്തോട് ഒരുപക്ഷെ ഒരു വിദ്വേഷവും ഇല്ല. സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക എതിർപ്പ് ചിലരിൽ വ്യാപരിക്കുന്നു. കാരണം അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. പുറമേ മാന്യന്മാരാണ്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അകമേ അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ജഡികരും ആരാധിക്കാറുണ്ട്. കർത്താവായ യേശുവിൻ്റെ കാലത്തും ജഡികർ, മതഭക്തർ ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ വളരെ തീക്ഷ്ണമതികളായിരുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല, യേശുക്രിസ്തുവിനെ എതിർത്തു. അതേസമയം അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ദൈവത്തെ അവർ ആരാധിച്ചു. എന്നാൽ ഒരാത്മീയൻ്റെ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുന്നുള്ളൂ. പഴയ നിയമത്തിൽ കയീനും ഹാബേലും യാഗം അർപ്പിച്ചു ദൈവത്തിന്. ആരാധന
അർപ്പിച്ചു. പക്ഷേ കയീൻ്റെ ആരാധന ദൈവം സ്വീകരിച്ചില്ല. കാരണം കയീൻ ഒരു ജഡികനായിരുന്നു. കയീൻ കോപിക്കുന്നവനാണ്. കോപിക്കുന്നവരൊക്കെ ജഡികരാണ്. എന്നാൽ ഹാബേലിലും അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ജഡികനായ കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്നും ഇങ്ങനെ തന്നെയാണ്. രണ്ട് രീതിയിലുള്ള ആരാധനകൾ ഈ ഭൂമിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒന്ന് ജഡികന്മാരുടെ ആരാധന, രണ്ട് ആത്മീയന്മാരുടെ ആരാധന. ആത്മീയന്മാരുടെ ആരാധന മാത്രമേ കർത്താവ് സ്വീകരിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 4-ാം അധ്യായം 4 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപിച്ചു, അവൻ്റെ മുഖം വാടി. കയീൻ ഒരു ജഡികൻ, അതുകൊണ്ട് അവൻ കോപിച്ചു. പ്രിയമുള്ളവരെ, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡികർ ദൈവത്തോട് മൽപ്പിടുത്തത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ജഡികന്മാർ ആരോടാണ് മത്സരിക്കുന്നത്? സകല നന്മകളുടെ ഉറവിടമായ ദൈവത്തോടാണ് മത്സരിക്കുന്നത്. ഈ ജഡികന്മാർക്ക് വേണ്ട ശ്വാസവും ഭക്ഷണവും നൽകുന്നത് ദൈവമാണ്. സകല നന്മകളുടെ ഉറവിടമായ ദൈവത്തോടാണ് ജഡികന്മാർ മത്സരിക്കുന്നത്. ഇവിടെ വിശ്വാസികളായ ജഡികന്മാരെ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. വാസ്തവത്തിൽ വിശ്വാസികളായ ജഡികന്മാർ എന്നുള്ളൊരു ഗണമില്ല. 2 കാറ്റഗറിയേ ഉള്ളൂ. ഒന്ന് ജഡികൻ, അല്ലെങ്കിൽ ആത്മീയൻ. നമ്മൾ സാധാരണ പറയും ആൾ വിശ്വാസിയാണെങ്കിലും ജഡികനാണ്. പക്ഷേ അങ്ങനെയില്ല. എന്തായാലും ഒരു ജഡികൻ ആത്മീയമായി മരിച്ചിരിക്കുകയാണ്. ജഡികനിൽ പരിശുദ്ധാത്മാവില്ല. അവൻ്റെ ഉള്ളം ദൈവത്തോട് ശത്രുതയിലാണ്. അതുകൊണ്ട് തന്നെ ജഡികന് ആ ജഡിക അവസ്ഥയിൽ സുവിശേഷത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. ആത്മീയമായി മരിച്ചു കിടക്കുന്നു. ഒരു ശവത്തിന് എന്ത് കേട്ടാലും ഒരു പ്രതികരണവുമില്ല. അതുകൊണ്ട് ഈ തേജസ്സുള്ള സുവിശേഷം ഈ ജഡികൻ കാണാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദേവൻ അഥവാ പിശാച് ഇങ്ങനെയുള്ള ജഡികന്മാരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലരോടും പലതവണ സുവിശേഷം പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇത് എഴുതിയിരിക്കുന്നത് പൗലോസാണ്. കാരണം പൗലോസ് തന്നെ സുവിശേഷം പറഞ്ഞിട്ടും സുവിശേഷം ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ധാരാളം മനസ്സുകൾ അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. യേശു ക്രിസ്തു തന്നെ സുവിശേഷം നേരിട്ട് പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവർ അന്നുണ്ടായിരുന്നു. ഇന്നും ജഡികന്മാർ സുവിശേഷം വിശ്വസിക്കാത്തവരുണ്ട്. ക്രിസ്തുവുമായി ബന്ധമില്ലാത്തവൻ്റെ മനസ്സ് ലൗകികമായ ഒട്ടനവധി കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കുകയാണ്. ഒരു ജഡികൻ ഒരുപക്ഷെ ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവനായിരിക്കാം, ധനികനായിരിക്കാം, ദരിദ്രനായിരിക്കാം, സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, സാമൂഹ്യക്ഷേമ പ്രവർത്തകനായിരിക്കാം. ആര് തന്നെയാകട്ടെ, ഇവൻ ആത്മീയമായി മരിച്ചിരിക്കുകയാണ്. അവന് ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തത് അതുകൊണ്ടാണ്. അവനോട് സുവിശേഷ യോഗത്തിൽ വരൂ, വിശുദ്ധിയിൽ ജീവിക്കൂ, വചനം പാലിക്കണം, പാപം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അവന് ഇടർച്ച തോന്നും. കാരണം അവൻ്റെ മനസ്സ് ഇത്തരം കാര്യങ്ങളിലല്ല, സുവിശേഷപരമായ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതേസമയം തന്നെ ഒരു ജഡികൻ ഏതൊക്കെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നു? അവനൊരുപക്ഷെ സിനിമയിലായിരിക്കാം താല്പര്യം, അല്ലെങ്കിൽ ചില ഹോബി അവനുണ്ടായിരിക്കാം, ഗാർഡനിങ് ആയിരിക്കാം അവന് താല്പര്യം, ചിലപ്പോൾ അശ്ലീല ചിത്രങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ക്ലാസിക് ഗ്രന്ഥങ്ങളോ ക്ലാസിക് മ്യൂസിക്കോ ആയിരിക്കാം, അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആയിരിക്കാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെ താല്പര്യം ഏതാണോ അതനുസരിച്ച് പോകും. ഒരു ജഡികനോട് നീ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവൻ പറയും, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു. കാരണം ജഡികനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം അവൻ തന്നെയാണ്. യേശു ക്രിസ്തുവിന് അവൻ്റെ ജീവിതം സമർപ്പിക്കാത്തത് കൊണ്ട് അവൻ്റെ ഹൃദയത്തിലെ രാജാവ് അവൻ തന്നെയാണ്. അവൻ്റെ ഹൃദയം എന്ന സിംഹാസനത്തിൽ
ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിക്കാൻ, കർത്താവായി അംഗീകരിക്കാൻ സാധ്യമല്ല. ഒരു വ്യക്തി സ്വന്തം താല്പര്യം അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ദൈവം അവൻ തന്നെയാണ്. ജഡികർ ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ ഒരു കാരണം അവരെ സംബന്ധിച്ച് ഒരർത്ഥത്തിൽ അവരുടെ ദൈവം അവർ തന്നെയാണ്. അതാണ് പൗലോസ് പറയുന്നത്, അവരുടെ ദൈവം വയറ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവരെ സംബന്ധിച്ച് അവർ തന്നെയാണ് ദൈവം. നോക്കുക, ജഡികന്മാരൊക്കെ മരണത്തിൻ്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. ജഡികർ ഒരിക്കലും അറിയുന്നില്ല ഞങ്ങൾ മരണത്തിൻ്റെ വഴി. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവൻ അഗ്നി തടാകത്തിൽ വലിച്ചെറിയപ്പെടും. നരകമാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഞങ്ങൾ ഈ ജഡിക പ്രവൃത്തികൾ ചെയ്ത് ഒടുവിൽ നരകത്തിലെത്തും എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ജഡത്തിൻ്റെ താൽക്കാലിക ഭോഗസുഖങ്ങളിൽ അവർ മുഴുകുകയില്ല. കാരണം ജഡികന്മാർ ആത്മീയമായി മരിച്ചിരിക്കുന്നത് കൊണ്ട് തങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി മരണത്തിൻ്റേതാണ്, നരകത്തിൻ്റേതാണ്. അവ അറിയുന്നില്ല. ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞു 8:5, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. അവരുടെ ചിന്ത എപ്പോഴും ജഡികമായ കാര്യങ്ങളാണ്. എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ സുഖിക്കാം, എങ്ങനെ നേട്ടമുണ്ടാക്കാം, എങ്ങനെ സമൂഹത്തിൽ ഉന്നതനാകാം, എങ്ങനെ എൻ്റെ കാര്യങ്ങൾ കഴിയും. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. 7-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡികനെ സംബന്ധിച്ച് അവനാണ് ജീവിതത്തിൻ്റെ കേന്ദ്രം. എൻ്റെ കാര്യം. പിന്നെ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 36-ാം വാക്യത്തിൻ്റെ അവസാനം, എന്നെ ദ്വേഷിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നു. ജീവനുള്ള ദൈവത്തെ വെറുക്കുന്നവരൊക്കെ മരണത്തെയാണ് അവൻ ഇഷ്ടപ്പെടുക. ചിലരൊക്കെ എത്ര വൃത്തികെട്ട പാപങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. മദ്യപിച്ച് വളരെ സന്തോഷിക്കുന്നവരുണ്ട്. എന്തിനാണ് ഈ സന്തോഷം? മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സത്യദൈവത്തെ ദ്വേഷിക്കുന്നവരൊക്കെ എന്തിനെയാണ് ഇച്ഛിക്കുന്നത്, താല്പര്യപ്പെടുന്നത്? മരണത്തെ ഇച്ഛിക്കുന്നു. മദ്യപിച്ച് വളരെ ആനന്ദ നൃത്തം നടത്തുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചറിവുണ്ടോ ഞാൻ നരകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്? അവനറിയോ? അവനറിയില്ല. പക്ഷേ അവൻ മരണം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നരകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതിൽ സന്തോഷിക്കുന്നു. ഇന്ന് ലോകത്തിൽ ജഡികന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആത്മീയന്മാർ വളരെ ചുരുക്കമുള്ളൂ. ലോക ജനസംഖ്യയിൽ തന്നെ ഒരു ചെറിയ ശതമാനമാണ് ക്രിസ്ത്യാനികളുള്ളത്. ആ ഉള്ള ക്രിസ്ത്യാനികളിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് രക്ഷിക്കപ്പെട്ടവർ. ആ രക്ഷിക്കപ്പെട്ടവരിൽ തന്നെ യഥാർത്ഥ ആത്മീയർ വളരെ വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ട് ഭൂരിപക്ഷം പേരും ലോകത്തിൽ ജഡികരാണ്. എന്താണ് തെളിവ്? അക്രമങ്ങൾ, അനീതി, ദുഷ്ടത, ലൈംഗികമായ പാപങ്ങൾ, അരാജകത്വം, ഗർഭഛിദ്രം, കൊലപാതകം, ബോംബേറ്, യുദ്ധം, ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ലോകത്തിൽ ജഡികന്മാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ജഡികൻ തീർച്ചയായും ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തും. ആത്മീയനോ ആത്മീയമായ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ഫലം അവനിലൂടെ തീർച്ചയായിട്ടും വരും. ഒരു ആത്മീയന് മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. ഒരു വൃക്ഷത്തിന് സമയം വന്നാൽ ഫലം കാക്കാതിരിക്കാൻ പറ്റില്ല. അതെന്തായാലും കാച്ചിരിക്കും. അതുകൊണ്ട് ജഡികൻ എത്ര തന്നെ ഞാൻ നല്ലവനാണെന്ന് നടിച്ചാലും അവന് സമയം വരുമ്പോൾ, സീസൺ വരുമ്പോൾ അവൻ പാപം ചെയ്തിരിക്കും. ആത്മീയന് അങ്ങനെ തന്നെയാണ്. ആത്മീയൻ നല്ല വൃക്ഷമായതുകൊണ്ട് നല്ല ഫലം അവൻ പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. റോമ 8:7, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡികരുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡികരായ മനുഷ്യരോട് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പറഞ്ഞാൽ അവർക്കത് അസാധ്യമാണ്. അവർ എതിർക്കും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് ജഡികനായൊരു മനുഷ്യനോട് പറഞ്ഞാൽ ഉടനെ തന്നെ അവൻ കുതറും. പറയുന്ന വ്യക്തിയോട് ദേഷ്യം കാണിക്കാൻ തുടങ്ങും. മാത്രമല്ല, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ ജഡികൻ പറയും, ഒരു മധ്യസ്ഥനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, 100 മധ്യസ്ഥന്മാർ ഞങ്ങൾക്ക് വേണം. എബ്രായ ലേഖനം 8, 9, 10 അധ്യായങ്ങളിൽ പറയുന്നത് ക്രിസ്തു എന്നേക്കുമായി ഒരിക്കലായി മരിച്ചു, അതുകൊണ്ട് ഇനി പാപങ്ങളുടെ മോചനത്തിനായി ഒരു ബലി ഇല്ല. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലല്ലോ എന്നാണ്
എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ജഡികൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് എതിർക്കുന്നത് കൊണ്ട് അവന് എന്തായാലും ആവർത്തിച്ചുള്ള പാപപരിഹാര ബലികൾ കൂടിയേ തീരും. ജഡികൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ത് കൽപ്പിക്കുന്നുവോ അതിനെതിരെ പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്നു നീ മദ്യപിക്കരുത്. ജഡികൻ എന്തു പറയും? ഞാൻ മദ്യപിക്കും. ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുന്നു നീ വ്യഭിചരിക്കരുത്, നീ സ്വവർഗഭോഗം ചെയ്യരുത്, നീ ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ജഡികൻ പറയുന്നു ഈ 3 കാര്യങ്ങളും ലംഘിക്കും. ലോകത്തിൽ ഇന്ന് സെയിം സെക്സ് മാരേജ് നടക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം കർക്കശമായി വിലക്കുന്നൊരു കാര്യം. ജഡികൻ അതിനെതിരെ എഴുന്നേറ്റിരിക്കുകയാണ്. ദൈവം എന്താണോ വിശുദ്ധമെന്ന് കരുതി ഇത് നിങ്ങൾ ചെയ്യണം, ദൈവത്തിൻ്റെ വിശുദ്ധമായ കൽപ്പനകൾ ദൈവം ആജ്ഞാപിക്കുമ്പോൾ അശുദ്ധി കൊണ്ട് അതിനെതിരെ മത്സരിക്കുകയാണ് ജഡികന്മാർ. കൊല്ലരുത്, ഇതാ ഗർഭഛിദ്രം, കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ തന്നെ ഇട്ട് കൊല്ലുകയാണ്. എന്നിട്ട് അവർക്കൊരു കുറ്റബോധമില്ലാതെ ഞങ്ങൾ കൊലപാതകികളൊന്നുമല്ല എന്ന മനോഭാവത്തോടെ ഭാര്യ ഭർത്തൃമാർ ജീവിക്കുകയാണ്. അവർ കൊലപാതകികളാണ് ദൈവത്തിന് മുമ്പാകെ, പക്ഷേ ഇവർക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. ഇങ്ങനെ ദൈവം എന്ത് കൽപ്പിക്കുന്നുവോ അതിന് വിരുദ്ധമായിട്ട് മനുഷ്യൻ ചെയ്യുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡികന്മാർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് എതിരായിട്ടാണ് ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം അനുസരിക്കാൻ സ്നേഹവും താല്പര്യവും ഉണ്ടാകുകയുള്ളൂ. ജഡികന്മാർ ലോകത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവസ്നേഹം അവരിലില്ല. നമ്മളിൽ ദൈവസ്നേഹമില്ലാതെ, പരിശുദ്ധാത്മാവും ഇല്ലാതെ തിരുവചനങ്ങൾ പാലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ വിശുദ്ധമായ കൽപ്പനകൾക്കെതിരെ പോരാടുവാൻ മാത്രമേ, തർക്കിക്കാനും സംശയിക്കാനും മാത്രമേ ജഡികരായ മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ. റോമാലേഖനം 8:6 ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. ലോകത്തിലെ ജനത എങ്ങനെ ജീവനും സമാധാനവും ലഭിക്കാം അന്വേഷിക്കുകയാണ്. ക്രിസ്തുവിൽ മാത്രമാണ് യഥാർത്ഥ ജീവൻ, സമൃദ്ധമായ ജീവനുള്ളത്. യേശു ക്രിസ്തുവിൽ മാത്രമാണ് യഥാർത്ഥ സമാധാനമുള്ളത്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ഈ ലോകം നൽകുന്നത് പോലെയല്ല. പക്ഷേ ക്രിസ്തുവിലാണ് യഥാർത്ഥ ജീവൻ, ക്രിസ്തുവിലാണ് യഥാർത്ഥ സമാധാനം എന്നുള്ള സത്യം ജഡികർക്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് യഥാർത്ഥ ജീവനും യഥാർത്ഥ സമാധാനവും ഇല്ലാത്ത വസ്തുക്കളിൽ, ഇല്ലാത്ത ഇടങ്ങളിൽ, ഇല്ലാത്ത വ്യക്തികളിലാണ് അവർ ജീവനും സമാധാനവും അന്വേഷിക്കുന്നത്. ചുരുക്കത്തിൽ വെളിച്ചത്തെ ഇരുട്ടിൽ തപ്പുന്നത് പോലെ ജഡികരായ മനുഷ്യർ മദ്യപിക്കുന്നു. കാരണം ഒരു സന്തോഷം കിട്ടണം, ഒരു സമാധാനം കിട്ടണം. ലജ്ജാകരമായ കൃത്യങ്ങൾ അവർ ചെയ്യുന്നു. ജീവിതം ആസ്വദിക്കണം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പക്ഷെ ഒടുവിലൊരു കാര്യം മനസ്സിലാക്കുന്നു, അവർ സമാധാനം കണ്ടെത്തുവാൻ, സമൃദ്ധിയായ ജീവൻ്റെ പ്രസരിപ്പ് ലഭിക്കണം, അതിനുവേണ്ടി ഏതൊക്കെ കാര്യങ്ങളിൽ, ഭോഗങ്ങളിൽ ഏർപ്പെടുന്നുവോ ഒടുവിൽ ഇതുകൊണ്ടൊന്നും ഒരു തൃപ്തി ഇവർക്ക് ലഭിക്കുന്നില്ല. ഒടുവിൽ അവരോട് നാം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ജീവിതം? അവർ പറയും, ഇങ്ങനെ ജീവിക്കുന്നു എന്നേയുള്ളൂ. മദ്യപിച്ച് ശാരീരിക രോഗവും മാനസിക അസ്വസ്ഥതയും കുടുംബജീവിത തകർച്ചയുള്ളൊരു വ്യക്തിയോട് എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാൽ ബഹു സന്തോഷമായിരിക്കുന്നുവെന്ന് അവൻ പറയുകയില്ല, ആകെ ദുരിതത്തിലാണെന്ന് പറയുകയുള്ളൂ. കാരണം അവൻ സന്തോഷം കണ്ടെത്തുവാൻ തെറ്റായ വഴിയാണ് തിരഞ്ഞെടുത്തത്. ഇനി ലോകത്തിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോൾ ഒരു പാഠം മനസ്സിലായി. മദ്യത്തിന് യഥാർത്ഥ ജീവൻ തരുവാൻ സാധ്യമല്ല. പ്രസരിപ്പുള്ള ജീവിതം തരുവാൻ ലൈംഗിക പാപങ്ങൾക്ക് സാധ്യമല്ല. മറ്റൊന്നിനും
പണത്തിനോ ജോലിക്കോ കുലശ്രേഷ്ഠതയ്ക്കോ യഥാർത്ഥ സമാധാനം തരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ അന്വേഷിക്കുകയാണ്, എവിടെ സമാധാനം കിട്ടും, എവിടെ യഥാർത്ഥ ജീവൻ കിട്ടും. കാരണം ഇന്ന് ലോകത്തിലേക്ക് നോക്കുക, കുടുംബജീവിതത്തിൽ അസ്വസ്ഥത, വഴക്ക്, വിദ്വേഷം, മാനസിക സംഘർഷം, പിരിമുറുക്കം എല്ലാ മേഖലയിലും പെരുകുകയാണ്. എന്നാൽ അവരുടെ ബുദ്ധിക്ക് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളിൽ അവരങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവിടെ വരണം? ചിലർ കരുതുന്നു പണം കിട്ടിയാൽ സമാധാനം ഉണ്ടാകും, അതിൻ്റെ പുറകെ പോകുന്നു. അവർക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം യഥാർത്ഥ ജീവനും യഥാർത്ഥ സമാധാനവും നിക്ഷിപ്തമായിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഒരാത്മീയൻ എപ്പോഴും സമൃദ്ധമായി ജീവൻ അനുഭവിക്കുന്നു. ഒരാത്മീയൻ എപ്പോഴും ക്രിസ്തുവിൻ്റെ സമാധാനം സമൃദ്ധിയായി അനുഭവിക്കുന്നു. കാരണം അവനിൽ പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട് അവന് വലിയ സന്തോഷമാണ്. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. ലോകധനം സൗഖ്യമാണെന്നു കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലോരറുതി. ലോകധനം സൗഖ്യമാണെന്നു കരുതി പോകും നരർക്കുള്ള വിനയ്ക്കില്ലോരറുതി. എന്നാൽ ക്രിസ്തുവിൽ സമാധാനം ദിവ്യമാം സുഖദാനം അരുളും. എന്തിനാകുലം കലരുന്നെൻ മനമേ, യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ, എന്തിനാകുലം കലരുന്നൻ മനമേ. റോമാലേഖനം 8:6 തന്നെ ഒന്നുകൂടി വായിക്കാം. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. മനുഷ്യൻ യഥാർത്ഥ ജീവൻ, സമൃദ്ധിയായ ജീവൻ, യഥാർത്ഥ സന്തോഷം അന്വേഷിക്കുന്നത് ഇവയെല്ലാം നശിപ്പിക്കുവാൻ ശക്തിയുള്ള വസ്തുക്കളിലും പാപങ്ങളിലുമാണ്. മദ്യത്തിൽ, വഴിവിട്ട സെക്സിലെല്ലാം സമാധാനം കണ്ടെത്താൻ പരിശ്രമിക്കുന്ന വ്യക്തി, പണത്തിൽ, ഈ ലോകം നൽകുന്ന പ്രതാപത്തിൽ, ഈ ലോകം നൽകുന്ന അധികാരത്തിൽ ജീവനും സമാധാനവും കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന വ്യക്തിക്ക് അത് കിട്ടുകയല്ല ചെയ്യുന്നത്, ഉള്ള ജീവനും സമാധാനവും ഇത്തരം വസ്തുക്കൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും ഈ മദ്യവും പണവും മറ്റു തെറ്റായ കാര്യങ്ങളും ഒരാവേശമിന് കൊടുക്കുന്നുണ്ട്, അത് സത്യം. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് അറുക്കുവാനുള്ള കന്നുകാലികളെ കൊണ്ടുവരും. ഇവർ സന്തോഷിക്കും. ഈ കന്നുകാലികൾ, കേരളത്തിൽ ധാരാളം പച്ചപ്പുല്ലുണ്ട്, ഇവയൊക്കെ തിന്നാമല്ലോ എന്ന് കരുതിയാണ് സന്തോഷിക്കുന്നത്. പക്ഷേ ഇവർക്ക് തിന്നാൻ അവസരം കിട്ടുകയില്ല, കാരണം കൊല്ലാനാണ് കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ ഈ ലോകത്തിലെ ചില താൽക്കാലിക ഭോഗസുഖങ്ങൾ പച്ചപ്പുല്ലാണ്. അത് അനുഭവിക്കാമെന്നുള്ളൊരു മോഹം ലോകം അവർക്ക് നൽകുകയാണ് ജഡികന്മാർക്ക്. ഒടുവിൽ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്കാണ് പോകുന്നത്. യോഹന്നാൻ 10:10 അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം ഒരു സമാധാനം കൊടുക്കുന്നുണ്ട്, അത് വ്യാജ സമാധാനമാണ്. ഈ വ്യാജ സമാധാനം കിട്ടിയാൽ ഒരു കുഴപ്പമുണ്ട്, യഥാർത്ഥ സമാധാനം പിന്നെ അന്വേഷിക്കില്ല. ഒരുവൻ്റെ കയ്യിൽ കള്ളനോട്ട് കിട്ടി 100 രൂപ, അവന് വിചാരിച്ചത് ഒറിജിനലാണ് എന്ന്. അതുകൊണ്ട് യഥാർത്ഥ നോട്ട്, ഒറിജിനൽ നോട്ട് കൈവശമാക്കാൻ അവൻ പരിശ്രമിക്കില്ല. കാരണം വ്യാജ നോട്ട് യഥാർത്ഥ നോട്ടാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതുപോലെ ലോകം നൽകുന്നതെല്ലാം വ്യാജമായ സമാധാനമാണ്, വ്യാജമായ സന്തോഷം, വ്യാജമായതാണ് ലോകം നൽകുന്നത്. ഒറിജിനൽ തരുവാൻ ആർക്കേ സാധിക്കൂ? കർത്താവായ യേശു ക്രിസ്തുവിനെ നാം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഒരിക്കൽ നമ്മളും ജഡികരായിരുന്നു.
നമ്മൾ മറ്റുള്ളവരെ ജഡികരെന്ന് പറയുമ്പോൾ വിധിക്കാനല്ല പറയുന്നത്, നമ്മൾ നല്ല പുള്ളികളൊന്നല്ല. അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മീയമായി മരിച്ച വ്യക്തികൾ ജഡികരായിരുന്നു നാം. എന്നാൽ നാം സുവിശേഷം കേട്ടു, വിശ്വസിച്ചു, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു. നമ്മുടെ ആത്മീയ മൃതാവസ്ഥ മാറി. ജീവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ജഡികനായ ഒരു വ്യക്തിക്ക് സ്വയമായിട്ട് ഉണർന്നെഴുന്നേൽക്കാൻ സാധ്യമല്ല. മരിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കും? ഇതുപോലെ നമ്മളും തികച്ചും മരിച്ച അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ തന്നെയായിരുന്നു. നമ്മെ എഴുന്നേൽപ്പിക്കണം. അതിക്രമങ്ങളിൽ മരിച്ച നമ്മെ കർത്താവായ യേശുക്രിസ്തു എഴുന്നേൽപ്പിച്ചു. ബാലികേ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞതുപോലെ നമ്മോടും പറഞ്ഞു, മരിച്ച ജഡികനായ തോമസേ, ജോഷിയെ, ഫ്രാൻസിസേ, നീ എഴുന്നേൽക്ക. അങ്ങനെ പറഞ്ഞ് നമ്മളെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ജീവൻ പ്രാപിച്ചവരാണ്. അങ്ങനെ ജീവൻ പ്രാപിച്ചു എന്നതിൻ്റെ തെളിവിനായി ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. ഇപ്പോൾ നാം ജീവനിലാണ് വാഴുന്നത്. ദൈവരാജ്യം വന്നത് ഭക്ഷണവുമല്ല പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും അത്രേ. രണ്ട് സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ സന്തോഷം, മരണത്തിലേക്കുള്ള സന്തോഷം. ക്രിസ്ത്യാനിയായപ്പോൾ അതിനേക്കാളും വിശേഷമായി ഉന്നതമായൊരു സന്തോഷം അനുഭവിച്ചറിഞ്ഞു, പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം. ഒരു ആത്മീയൻ എപ്പോഴും പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം അനുഭവിക്കുന്നവനാണ്. ആത്മീയൻ ഒരു കാര്യം തിരിച്ചറിയാൻ സാധിക്കും, മദ്യം തരുന്ന സന്തോഷം സന്തോഷമേ അല്ല, മറ്റ് ജഡീയ കാര്യങ്ങൾ തരുന്ന സന്തോഷം സന്തോഷമേ അല്ല. കാരണം അതിനേക്കാൾ ഉന്നതമായ സന്തോഷം ക്രിസ്തുവിൽ നിന്ന് ആ വിശുദ്ധ സന്തോഷം അനുഭവിക്കുന്നത് കൊണ്ട് ലോകം തരുന്ന സന്തോഷങ്ങളൊക്കെ ഷവറ്. പൗലോസ് പറഞ്ഞല്ലോ, ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഞാൻ ചവറായിട്ടാണ് കരുതുന്നത്. കാരണം ഏറ്റവും ഉന്നതമായ ഒന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇതുവരെ ലാഭമായി കരുതിയത്, സുഖമായി കരുതിയത്, സന്തോഷമായി കരുതിയത് എല്ലാം ചപ്പായിട്ടും ചവറായിട്ടും കരുതുവാൻ ഇടവന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവന് പ്രവർത്തിക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്താണോ നിറഞ്ഞു കവിയുന്നത് അതാണ് അവന് പറയുക, അതാണ് അവന് പ്രാവർത്തികമാക്കുക. ഹൃദയം നിറഞ്ഞു കവിയുന്നത് അതിനെ പ്രസ്താവിക്കും. ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതാണ് ചിന്തിക്കുന്നത്. നമുക്ക് സ്വയമേവ ആത്മീയവനാകാൻ പറ്റില്ല. നമ്മൾ ജഡികരായിരുന്നു ഒരു കാലത്ത്. ആദാമിൻ്റെ ആ നേച്ചർ, പ്രകൃതം വഹിക്കുന്നവരായിരുന്നു നാം. ജഡികൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദാമിൻ്റെ സ്വഭാവം ജീവിതത്തിൽ വഹിക്കുന്ന വ്യക്തികളാണ് ജഡികർ. ജന്മന എല്ലാവരും ആദാമ്യ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. സിൻഫുൾ നേച്ചർ, പാപപ്രകൃതിയിലാണ്. ഈ സിൻഫുൾ നേച്ചർ അല്ലെങ്കിൽ പാപപ്രകൃതിയെ തന്നെയാണ് ജഡം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ജഡികരാണ്. എന്നാൽ ജഡികൻ എങ്ങനെ ആത്മീയനാകാൻ സാധിക്കും? അവൻ്റെ സ്വന്തം ശ്രമം കൊണ്ട് സാധ്യമല്ല. വീണ്ടും ജനനം, ആത്മാവിനാലും ജലത്തിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സുവിശേഷം കേട്ടപ്പോൾ ജഡികരായ നാം, ആത്മീയമായി മരിച്ചവരായ നാം ജീവൻ പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നപ്പോൾ ഒരു മാറ്റം ഉണ്ടായി. ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ആത്മീയ ദാഹം തരുന്നത്. ആത്മീയമായത് ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന് മാത്രം, പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണമെന്ന് മാത്രം. മാനുഷികമായി നമുക്കൊന്നും ഉന്നതത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള ശേഷിയില്ല. ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനാണ് നമ്മുടെ സ്വതവേയുള്ള പ്രകൃതം, നേച്ചർ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് വന്നതുകൊണ്ട് ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, ആത്മീയമായത് ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഒരു ബലൂണിൽ ഹൈഡ്രജൻ നിറച്ചാൽ എപ്പോഴും മുകളിലേക്ക് കുതിക്കും. ഒരു ബലൂണിൽ വെള്ളമാണെങ്കിലോ താഴേക്കാണ് അതിൻ്റെ പ്രവണത. ആ ഭാരം അതിന് താങ്ങാൻ സാധ്യമല്ല. ഇതാണ് ജഡികനും ആത്മീയനും തമ്മിലുള്ള വ്യത്യാസം. നാം വീണ്ടും ജനിക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ, ഉയരത്തിലെ ആത്മാവിനെ നിക്ഷേപിച്ചു. ഇനി നമുക്ക് തറയിൽ നിൽക്കാൻ സാധ്യമല്ല. കാരണം നമ്മളെപ്പോഴും ഉയരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു അത്യന്ത ശക്തിയുണ്ട്, പരിശുദ്ധാത്മശക്തി. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്,
ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഒരു ആത്മീയനോട് പറയുകയാണ്, നീ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണം. അവനത് സാധ്യമല്ല, അവന് ഇഷ്ടപ്പെടാൻ സാധ്യമല്ല. ജഡികനായ ഒരു വ്യക്തിയോട് നീ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവന് വളരെ സന്തോഷമാണ്. പക്ഷെ ആത്മീയനോട് നീ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവനൊട്ടും താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം അവൻ്റെ നേച്ചർ മാറിക്കഴിഞ്ഞു. കാരണം അവനെപ്പോഴും ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുക. ഈ ജഡികൻ്റെ മനസ്സ് എങ്ങനെ ലാഭം കിട്ടും, വസ്തു എങ്ങനെ നേടാം, എങ്ങനെ ജഡിക സുഖങ്ങൾ നേടാം, സമൂഹത്തിൽ സ്ഥാനം മാനം, എൻ്റെ കാര്യം എങ്ങനെ നടക്കണം, ഇങ്ങനെ ഉള്ള ചിന്തകളാൽ കലുഷിതമാണ്, നിറഞ്ഞിരിക്കുകയാണ്, നിറയെ വിഷം നിറച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ആത്മീയൻ്റെ ചിന്തകളെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ അവന് ആത്മീയമായത് ചിന്തിക്കാൻ താല്പര്യമുള്ളൂ. അവനോട് ആത്മീയമായി ചിന്തിക്കുന്ന ഒരുവനോട് മോശമായ കാര്യങ്ങൾ പറഞ്ഞു നോക്കിയേ, അവന് വല്ല താല്പര്യം ആ കാര്യത്തിലുണ്ടാകും. ഒരു ആത്മീയൻ്റെ മുന്നിൽ മദ്യക്കുപ്പി വയ്ക്കുക, അവന് വല്ല താല്പര്യമുണ്ടോ? കാരണം ഇതിലൊന്നല്ല അവൻ്റെ മനസ്സ്. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയമായ കാര്യങ്ങളിലാണ് മനസ്സ് വയ്ക്കുന്നത്. മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മളൊരു പ്രത്യേക ദിശയിലേക്ക് നോക്കുന്നുവെങ്കിൽ നമ്മുടെ ഇടതും വലതും എന്ത് സംഭവിക്കുന്നു നമുക്കറിയുകയില്ല. കാരണം ഒരേ ബിന്ദുവിൽ നമ്മുടെ ദൃഷ്ടി പതിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ആത്മീയനെ സംബന്ധിച്ച് ആത്മീയ കാര്യങ്ങളിൽ അവൻ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, അവൻ്റെ മനസ്സ് പതിപ്പിച്ച് വെച്ചതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ, ഭൗമിക കാര്യങ്ങളിൽ അവന് ശ്രദ്ധയില്ല. ഭൂമിയിലാണ് ജീവിക്കുന്നത്, ശരി, മനസ്സ് ഭൗമിക കാര്യങ്ങളിൽ ഇല്ല. പണ്ട് നമുക്ക് ഈ ജീവനും സമാധാനവും ഉണ്ടായിരുന്നില്ല ജഡികരായിരുന്നപ്പോൾ. രക്ഷിക്കപ്പെടാത്ത കാലത്ത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു. നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചിരുന്നില്ല, അനുരഞ്ജിതരായിരുന്നില്ല. ജഡികരെല്ലാം, രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യരും ദൈവത്തോട് ശത്രുതയിൽ കഴിയുന്നതുകൊണ്ട് ദൈവത്തോട് സമാധാന ബന്ധത്തിൽ വന്നിട്ടില്ല. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നാം ദൈവത്തിൻ്റെ ശത്രുക്കളല്ല, ദൈവത്തിൻ്റെ മിത്രവും ദൈവത്തിൻ്റെ പുത്രന്മാരുമാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇനി ദൈവത്തോടുള്ള ശത്രുത മാറി സമാധാന ബന്ധത്തിൽ വന്ന നമ്മോട് ഉള്ള പ്രബോധനം ആത്മാവിന് ചിന്തയോ ജീവനും സമാധാനവും. ദൈവത്തോടുള്ള ശത്രുത മാറി രക്ഷയിലേക്ക് വന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഈ ജീവനും സമാധാനവും അതിൽ നിലനിന്ന് പോകാൻ സാധിക്കുന്നത്. 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, ദൈവത്തോടുള്ള ശത്രുത മാറി രമ്യതയിലായി, നല്ല കാര്യം. ഇപ്പോഴാത്മാവിനെ അനുസരിക്കുന്നുണ്ടോ? ഇപ്പോഴാത്മാവിനെ അനുസരിച്ചാലാണ് ഈ സമൃദ്ധമായ ജീവനിലും ഈ സമാധാനത്തിലും നമുക്ക് നിലനിന്ന് പോകാൻ സാധിക്കുന്നത്. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആരാണ് ആത്മീയൻ? മനുഷ്യ ശരീരത്തിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ശരീരം, പിന്നെ ദേഹി, പിന്നെ ആത്മാവ്. ശരീരം കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. ശരീരത്തിൻ്റെ ആയുസ് 70-80, മാക്സിമം 100. ഈ ശരീരം മണ്ണുകൊണ്ട് എടുത്തതുകൊണ്ട് ഇതിൻ്റെ താല്പര്യങ്ങൾ മണ്ണിലെ കാര്യങ്ങളോടാണ്. ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, ജഡത്തിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും ദൈവത്തോട് ശത്രുതയാകാനുള്ള കാരണം ഇത് മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് ഭൗമിക കാര്യങ്ങളിൽ ഉടക്കിക്കിടക്കുകയാണ് നമ്മുടെ ഈ ശരീരം. ഇനി ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ തീരുമാനശേഷി, ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രമാണ് ഈ ദേഹി എന്നുള്ളത്. സാധാരണയായിട്ട് നമ്മുടെ ശരീരവും ദേഹിയും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. ഇനി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു അംശമുണ്ട്, അതാണ് ആത്മാവ്. ഉൽപ്പത്തി 2:7 യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ആ ജീവനില്ലാത്ത രൂപത്തിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതി. ആ ജീവശ്വാസം നമ്മളിലുണ്ട്. ആ ജീവശ്വാസത്തെയാണ് ആത്മാവെന്ന് പറയുന്നത്. മനുഷ്യൻ ആത്മീയ ജീവിയാണ്. മൃഗങ്ങൾക്ക് ആത്മാവില്ല, ദൈവത്തിൽ നിന്ന് വന്ന ഈ ആത്മാവില്ല. മനുഷ്യൻ ആത്മീയനായിരിക്കാൻ വേണ്ടിയാണ്, അതായത് ദൈവിക കാര്യങ്ങളിൽ മുഴുകാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ജീവശ്വാസം ഈ ആദാമിൽ ഊതിയത്. അവൻ ഭൗതിക കാര്യങ്ങളാൽ
അവൻ ഭൗമിക കാര്യങ്ങളിൽ ആകൃഷ്ടനാകരുത്. കാരണം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും ആത്മാവിൻ്റെ അഭിലാഷങ്ങളും പരസ്പരം വിരുദ്ധമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഒരു ഉദ്ദേശം അവൻ ശരീരത്തിൻ്റെ പ്രവണത അനുസരിച്ച് ജീവിക്കുക എന്നതിന് വേണ്ടിയല്ല, മറിച്ച് ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് മനുഷ്യൻ്റെ ആത്മാവ് മൃതാവസ്ഥയിലായി. പിന്നെ ദേഹിയും ശരീരവും മുൻപന്തിയിലേക്ക് വന്നു. പിന്നെ ആത്മീയ കാര്യങ്ങളിലല്ല അവൻ്റെ ശ്രദ്ധ. ആദാം പാപം ചെയ്തപ്പോൾ തുടർന്ന് ആദാമിലൂടെ പുറത്തു വന്ന എല്ലാ മനുഷ്യരും ആത്മീയരല്ല, ജഡികരാണ്. അതാണ് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ വഷളത്വം വർദ്ധിച്ചപ്പോൾ മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുന്നത് അവൻ ജഡം തന്നെയല്ലോ. ആത്മീയനാകേണ്ടവൻ തൻ്റെ നില കാത്തു സൂക്ഷിക്കാതെ ജഡത്തിൻ്റെ താല്പര്യങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരോധമായി പ്രവർത്തിച്ചപ്പോൾ ആദാമിൽ നിന്ന് പുറത്തു വന്ന എല്ലാ ജനങ്ങളും ജഡികരായി. ആദാം പാപം ചെയ്തപ്പോൾ മൊത്തം മനുഷ്യവംശവും പാപം ചെയ്തു. എന്താ കാരണം? ആദാമിൽ എല്ലാ മനുഷ്യ വംശവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സകലരിലും പാപം വ്യാപരിച്ചു. അതുകൊണ്ട് നാം പാപം അഭ്യസിക്കേണ്ട കാര്യമില്ല. കാരണം ഒരുവനിൽ തന്നെ എല്ലാ മനുഷ്യരും ഉൾപ്പെട്ടിരുന്നത് കൊണ്ട് ഒരുവന് പാപം ചെയ്തപ്പോൾ എല്ലാവരിലും പാപം ഒരുപോലെ പരന്നു. അങ്ങനെ മനുഷ്യരെല്ലാവരും ജഡികരായി. അതുകൊണ്ട് പിറന്നു വീണ ഒരു കുട്ടിക്ക് ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം, ആരാധിക്കണം എന്നുള്ള ചിന്തയല്ല, സ്വാർത്ഥത, സൂത്രം, അതൊക്കെ കുഞ്ഞിലേ കാണാനായിട്ട് സാധിക്കും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ കൂടുതൽ 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 വികാസം പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഇതാണ് എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ. സ്വതവേ മനുഷ്യൻ ദൈവത്തിൻ്റെ മിത്രമല്ല, ദൈവത്തിൻ്റെ ശത്രുവാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് വചനത്തിന് എതിരാണ് മനുഷ്യൻ. അങ്ങനെയായിരുന്നു നമ്മളും. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന പരിശുദ്ധാത്മാവ് ആത്മീയമായി മരിച്ചു കിടക്കുന്ന നമ്മെ എഴുന്നേൽപ്പിച്ചു, ഉണർത്തി. അതുവരെ നമ്മുടെ മനുഷ്യാത്മാവ് പാപം ചെയ്തത് നിമിത്തം, അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം ആത്മീയമായിട്ട് മരിച്ചു കിടക്കുകയായിരുന്നു. ആത്മാവ് നമുക്കുണ്ടായിരുന്നുവെങ്കിലും അത് പ്രവർത്തിച്ചിരുന്നില്ല. ദൈവവുമായി ബന്ധപ്പെടുന്നത് നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ ദേഹി കൊണ്ടോ അല്ല, മനുഷ്യാത്മാവ് കൊണ്ടാണ്. പക്ഷേ ആത്മാവ് മരിച്ചാൽ പിന്നെ എങ്ങനെ ദൈവവുമായി ബന്ധപ്പെടാൻ സാധിക്കും? അങ്ങനെ ആത്മാവ് മരിച്ച വ്യക്തികളെയാണ് ജഡികർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷേ നാം സുവിശേഷം കേട്ടു, വിശ്വസിച്ചോ? ദൈവം ഉലകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് സുവിശേഷം വിശ്വസിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടായി. നമ്മുടെ മിടുക്കല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ മരിച്ചുപോയ മനുഷ്യാത്മാവ് ജീവൻ പ്രാപിച്ചു. ഇപ്പോൾ പരിശുദ്ധാത്മാവും മനുഷ്യാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കാരണം രണ്ടുപേരും ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. എതിർചേരിയിൽ നിൽക്കുന്നത് ശരീരവും ദേഹിയാണ്. ആത്മീയൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ജഡത്തിൻ്റെയും ദേഹിയുടെയും താല്പര്യങ്ങൾ ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ താല്പര്യം ജീവിതത്തിൽ നിറവേറ്റുന്ന വ്യക്തിയാണ് ആത്മീയൻ. നമുക്കിപ്പോഴൊരു ജഡമുണ്ട്, ഒരു ശരീരമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. രക്ഷിക്കപ്പെട്ടാൽ വീണ്ടും ജനനം പ്രാപിച്ചാലും നമുക്കൊരു ശരീരമുണ്ട്. പഴയ അതേ ശരീരം തന്നെയാണ് നമുക്കിപ്പോഴുള്ളത്. പക്ഷേ പണ്ട് ഈ ശരീരം നമ്മെ കീഴടക്കി. നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനെന്ന് പറയുന്നത് ജഡമായിരുന്നു. ജഡം പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോൾ ആ ജഡത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. ക്രിസ്തു സ്വാതന്ത്ര്യം തന്നു. എങ്ങനെ? തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. ഇപ്പോൾ നാം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ്. ഒരു കാലത്ത് നാം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആത്മാവിൻ്റെ പ്രമാണത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാണ് നമ്മെ ഭരിക്കുന്നത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ താല്പര്യങ്ങൾ നിറവേറ്റുന്ന വ്യക്തിയാണ് ആത്മീയൻ. മനുഷ്യാത്മാവും പരിശുദ്ധാത്മാവും എപ്പോഴും ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. എന്നാൽ ശരീരം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ ശരീരത്തിൻ്റെ അഭിലാഷങ്ങളെ നിറവേറ്റാതെ ദൈവാത്മാവിൻ്റെ താല്പര്യങ്ങൾ ജീവിതത്തിൽ നിറവേറ്റുന്നവൻ ആരാണോ അവനാണ് ആത്മീയൻ. അവനെപ്പോഴും ആത്മീയമായതാണ് ചിന്തിക്കുക. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം, അതാണ് അവൻ്റെ ലക്ഷ്യം. ജഡികനെ സംബന്ധിച്ച് ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ പൂരിപ്പിക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ
ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഒരു ആത്മീയനെ സംബന്ധിച്ച് അവൻ പരിശുദ്ധാത്മാവിനനുസരിക്കുന്നത് കൊണ്ട് യഥാർത്ഥ ജീവനും യഥാർത്ഥ സമാധാനവും സമൃദ്ധമായിട്ട് അനുഭവിക്കുന്നവനാണ്. ജഡികന്മാർ നിരന്തരമായി ഉത്കണ്ഠകൾക്കും ആകുലതകൾക്കും അടിമയാണ്. കാരണം ജഡികൻ ഒരിക്കലും സ്വസ്ഥത ഉണ്ടായിരിക്കുകയില്ല. ദുഷ്ടൻ്റെ ഹൃദയം എങ്ങനെയാണ്? കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. എന്നാൽ ആത്മീയനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായി കണ്ടെത്തി കഴിഞ്ഞു. ആത്മീയൻ്റെ ആഗ്രഹം, എനിക്കെങ്ങനെ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കണം, എനിക്കെങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവന് ദൈവസന്നിധിയിൽ അടുത്തിരിക്കുവാനുള്ള ആഗ്രഹമാണ്. ആ ദാഹത്തെ, ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ഈ ലോകത്തിലൊരു വസ്തുവിനോ വ്യക്തിക്കോ സാധ്യമല്ല. ഒരു ആത്മീയനെ സംബന്ധിച്ച് ലോകത്തിലെ വ്യക്തികളിലല്ല താല്പര്യം, ലോകത്തിലെ വസ്തുക്കളിലല്ല താല്പര്യം. 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? അതാണ് ആത്മീയൻ്റെ ചിന്ത. ജഡികനോ, എങ്ങനെ പണം കിട്ടണം, എങ്ങനെ ഇന്ന കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ ആസ്വദിക്കണം, അതാണ് അവൻ്റെ താല്പര്യം. മറിയ പറഞ്ഞു, ലൂക്കോസ് 1-ാം വാക്യം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിലാണ് ഉല്ലസിക്കുന്നത്, ലൗകിക കാര്യങ്ങളിലല്ലേ അല്ല. സങ്കീർത്തനങ്ങൾ 42-6 അവസാന ഭാഗം. യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ സങ്കീർത്തനക്കാർ എവിടെയൊക്കെ പോകുന്നു, അവിടെയൊക്കെ തൻ്റെ ചിന്ത എന്താണ്? ദൈവമാണ്. ഭാര്യ, മക്കള്, ജോലി, കാശ്, ഇതൊന്നുമല്ല ചിന്ത. ദൈവത്തെ ഓർക്കുകയാണ്. ഇതാണ് ഒരു ആത്മീയൻ. അവൻ കുളിക്കുമ്പോഴും, കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഓഫീസിൽ പോകുമ്പോഴും, അവിടെ ജോലി ചെയ്യുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, ചെറിയ ചില ജോലികൾ ചെയ്യുമ്പോഴും അവൻ എപ്പോഴും എന്തോ ഓർക്കുന്നത്? ദൈവത്തെയാണ് ഓർക്കുന്നത്. നമ്മുടെ ചിന്ത എപ്പോഴും ദൈവത്തിലേക്ക് കേന്ദ്രീകരിച്ച് നിൽക്കുന്നുവെങ്കിൽ നമ്മൾ ആത്മീയരാണ്. വടക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് എപ്പോഴും കോമ്പസിൽ സൂചി നിൽക്കുന്നത്. ഇതുപോലെയാണ് ആത്മീയൻ. എപ്പോഴും ദൈവിക കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിൽ. ജഡികനോ നേരെ മറിച്ചു. റോമാലേഖനം 8:5, ബട്ട് ദോസ് ഹൂ ലിവ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്പിരിറ്റ് ഹാവ് ദെയർ മൈൻഡ്സ് സെറ്റ് ഓൺ വാട്ട് ദാറ്റ് സ്പിരിറ്റ് ഡിസൈഡ്സ്. ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവരുടെ മനസ്സ് ആത്മാവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നു. ഒരു ജഡികൻ മനസ്സ് പതിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലല്ല ആത്മീയൻ മനസ്സ് പതിപ്പിക്കുന്നത്. ആത്മീയനെ സംബന്ധിച്ച് എങ്ങനെ വചനം ധ്യാനിക്കണം, എങ്ങനെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണം, എങ്ങനെ കൂടുതൽ കർത്താവിനോട് അടുക്കണം, എങ്ങനെ കൂടുതൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം എനിക്കെങ്ങനെ നയിക്കണം, എങ്ങനെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് എങ്ങനെ വളരാം, എങ്ങനെ താഴ്മ പഠിക്കാം, എങ്ങനെ വിനയം പഠിക്കാം, ഇതാണ് അവൻ്റെ ചിന്ത. ജഡികൻ നേരെ മറിച്ചാണ്. ജഡികൻ സാധാരണ ലാഭമെന്ന പ്രിൻസിപ്പിളിലാണ് എല്ലാ കാര്യം ചെയ്യുക. ഇന്ന വസ്തു വാങ്ങിയാൽ എനിക്കെന്ത് ലാഭം കിട്ടും, ഈ സീസണിൽ ഇന്ന വസ്തു വാങ്ങിയാൽ നല്ല ലാഭമാണ്, മറ്റൊരു സീസണിൽ അത് മറിച്ചു വിറ്റാൽ ലാഭമാണ്. ഇപ്പോഴാണ് ആ പറമ്പ് വാങ്ങാൻ പറ്റിയ സമയം, നല്ല ലാഭം കിട്ടും. ഇപ്പോൾ സ്വർണത്തിന് വിലക്കുറവാണ്. ഒരു 10 പവന് വാങ്ങി വെച്ച് ഒരു 10 കൊല്ലം കഴിഞ്ഞ് വിൽക്കുകയാണെങ്കിൽ എത്ര പണം നേടിയെടുക്കാൻ സാധിക്കും? ഈ കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് ഏറ്റവും വരുമാനമുള്ള ജോലി കിട്ടുക. ഈ വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വലിയ ഉയർച്ച ഉണ്ടാവുക. ആ പണമുള്ള വീട്ടിലെ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ചാലേ നല്ല സ്ത്രീധനം എനിക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ജഡികൻ തനിക്ക് എന്ത് ലാഭം കിട്ടുമെന്ന ചിന്തയാൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയനെ സംബന്ധിച്ച് എന്ത് ചെയ്യുമ്പോഴും എനിക്കെന്ത് ലാഭം കിട്ടും എന്നുള്ളതല്ല, ഇതിലൂടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് എങ്ങനെ മഹത്വം കിട്ടും. കാരണം അവനെ സംബന്ധിച്ച് ഇതുവരെ ലാഭമായി കരുതിയതൊക്കെ ഛേദമായിട്ട് എണ്ണിയവനാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏത് മനോഭാവമാണ് സ്വീകരിച്ചതെന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം.
മറ്റുള്ളവരെ വിധിക്കുകയല്ല. നമ്മൾ ആത്മീയൻ്റെ സ്വഭാവമാണ് കാഴ്ചവെക്കുന്നത്. നാം എപ്പോഴും ആത്മീയ കാര്യങ്ങളിലാണോ മനസ്സ് വയ്ക്കുന്നത്? ഓക്കെ. തൻ്റെ ചിന്തകൾ സ്വർഗത്തിൽ വയ്ക്കുന്നതിൻ്റെ കാരണം അവൻ്റെ നിക്ഷേപം അവിടെയാണ്. ജഡികൻ എപ്പോഴും തൻ്റെ ചിന്തകൾ ഭൗമിക കാര്യങ്ങളിൽ ഉറപ്പിക്കുന്നതിൻ്റെ കാരണം അവൻ്റെ നിക്ഷേപം ഭൂമിയിലാണ്. 10 ഏക്കറായിരിക്കാം, 10 ലക്ഷമായിരിക്കാം. അതുകൊണ്ട് അവൻ്റെ മനസ്സെപ്പോഴും അതിലാണ്. ഒരു ജഡികൻ തൻ്റെ ജഡിക പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവക്രോധം തൻ്റെ നേരെ വർദ്ധിപ്പിക്കുകയാണ്. ജഡികനിൽ ദൈവപ്രസാദമില്ല. കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഒരു കാലത്തും സാധ്യമല്ല. പിന്നെ ഈ ദൈവത്തിന് വിരോധമായ ഈ ജഡിക പ്രവൃത്തികൾ നിമിത്തം ദൈവക്രോധം അവൻ കുന്നുകൂട്ടി വയ്ക്കുകയാണ്. ആത്മീയനെ സംബന്ധിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രസാദം ആത്മീയനിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 തെസ്സലോനി 4-ാം അധ്യായം 1-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവിധം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളിൽ നിന്ന് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പൗലോസ് പറയുകയാണ്, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവിധം നിങ്ങൾ എങ്ങനെ നടക്കണം? എങ്ങനെയാണ് നമുക്ക് ദൈവപ്രസാദം ലഭിക്കത്തക്ക രീതിയിൽ നടക്കുക? ഒരിക്കൽ പോലും ജഡത്തിൻ്റെ താല്പര്യങ്ങൾ ചെയ്യാതെ ആത്മീയ താല്പര്യങ്ങൾ പരിശുദ്ധാത്മാവിനനുസരിച്ചുള്ളൊരു ജീവിതം അത് നാം നയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളാകും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിലോ ദൈവക്രോധം സമ്പാദിക്കുന്ന ഗണത്തിൽ നമ്മളും ഉൾപ്പെടും. അത് ഒരിക്കലും പാടില്ല. ഒരു ജഡികനെ സംബന്ധിച്ച് നിത്യത ലക്ഷ്യമാക്കിയിട്ടല്ല അവൻ ജീവിക്കുന്നത്. തൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ് ജഡികൻ ജീവിക്കുന്നത്. ഒരാത്മീയൻ ജീവിക്കുന്നത് 70, 80, 90 വർഷം മാത്രം ദൈർഘ്യമുള്ള തൻ്റെ ശരീരത്തെയും അതിൻ്റെ ആഗ്രഹങ്ങളെയും ലക്ഷ്യമാക്കിയിട്ടല്ല, അവൻ നിത്യത ലക്ഷ്യമാക്കിയിട്ടാണ് ജീവിക്കുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ജഡികൻ ജീവിക്കുന്നത് താൽക്കാലികമായ തൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടാണ്. ആത്മീയൻ ശരീരത്തെ ലക്ഷ്യമാക്കിയിട്ടല്ല ജീവിക്കുന്നത്. അവൻ സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നിത്യത ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നത്. ഒരു ആത്മീയൻ എവിടെയാണ് ദൃഷ്ടി പതിപ്പിച്ചിട്ടുള്ളത്? കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ജഡികനെ സംബന്ധിച്ച് കാണുന്ന കാര്യങ്ങളിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചിട്ടുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യങ്ങളിലാണ് അവൻ്റെ ശ്രദ്ധ. അതിനപ്പുറത്തേക്ക് അവന് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഒരു ആത്മീയനൊരു കാര്യം അറിയാം, എൻ്റെ ശരീരം 70, 80 അല്ലെങ്കിൽ 100. എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇന്ന് കണ്ടു നാളെ വാടുന്ന പുല്ലിന് തുല്യമാണ്. ഇത് മണ്ണിലേക്ക് പോകും. അതുകൊണ്ട് ഈ പൂ വാടുന്നത് പോലെ പെട്ടെന്ന് വാടുന്ന നശിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളല്ല ഞാൻ സംരക്ഷിക്കേണ്ടത്. ഞാൻ ശരീരത്തിന് കടക്കാരനല്ല. എല്ലാ ആത്മീയന്മാരും ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ ശരീരത്തെ നാം വീക്ഷിക്കുന്ന വീക്ഷണകോൺ മാറണം. ഇത് പുല്ലാണ് എന്നും ഇത് മണ്ണിലേക്ക് പെട്ടെന്ന് മടങ്ങുന്നു എന്നും, അതുകൊണ്ട് ഈ ശരീരം പറയുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന് വിരോധമായി ശരീരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നാം ശരീരത്തിൻ്റെ അടിമകളല്ല. ഇത് വെറും പുല്ലാണ്. നാം നടന്നു പോകുന്നു, വഴിവെക്കൽ പുല്ലുണ്ട്, പൂവുണ്ട്. ഈ പുല്ലും പൂവും നമുക്ക് ചില കൽപ്പനകൾ തരുമ്പോൾ നമുക്കറിയാം ഇവ പുല്ലാണ്. നമ്മൾ പറയും, പുല്ലേ, നിന്റെ കൽപ്പന ഞാൻ ലെവലേശം പോലും വകവെക്കുകയില്ല. ഇതുപോലെ ജഡം ഒരു പുല്ലാണ്, ഇതൊരു പൂവാണ്, പെട്ടെന്ന് വാടും. അതുകൊണ്ട് ഈ പുല്ലിന് തുല്യമായ ജഡം നമ്മോടൊരു കാര്യം പറയുമ്പോൾ, നീ പുല്ലല്ലേ, ഞാൻ നിന്നെ ഒരിക്കലും അനുസരിക്കുകയില്ല. 1 പത്രോസ് 1:24 സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി, പൂവ് ഉതിർന്നു പോയി. ഇതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ശരീരത്തെ പുല്ലിനോട് ഉപമിച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 4:18 കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം.